NSS ആസ്ഥാനത്തെ സന്ദർശനത്തിൽ വിവാദം തുടരുകയാണ്. കടുപ്പിച്ചു തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. BJPയുടെ ലക്ഷ്യമെന്ത്? ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഇന്നലെ പ്രതികരിച്ചത് നമുക്ക് ആദ്യം കേൾക്കാം. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, he should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. ആ കോസ്മിക് ലോ പ്രകാരം അതിൻ്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോൾ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷേ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റ് ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാതരുത്. തനിക്കെതിരായ ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനില്ല എന്നും ഇരുവരും മറുപടി അർഹിക്കുന്നില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ ആർക്കും വിലക്കില്ല. പ്രോട്ടോകോൾ പാലിക്കണം എന്നതാണ് പ്രശ്നം. മന്നം സമാധിയിൽ ന്യായമായുള്ള പരിശോധന അനുവദിക്കില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അഖിൽ കെയും ലെബി സജീന്ദ്രനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, ഇന്നലെ നമ്മൾ ഈ രണ്ട് പ്രതികരണങ്ങളും ഉണ്ടായപ്പോൾ ജി സുകുമാരൻ നായർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു കൗതുകത്തോടു കൂടി ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നില്ല, പ്രതികരണം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. തീർച്ചയായും അതുതന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. ഇരുവരും ഈ പ്രതികരണം അല്ലെങ്കിൽ ഈ മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അതിനൊപ്പം തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ നിലപാട് വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. നേരത്തെ തന്നെ ഇതിൽ കൃത്യമായി എന്താണ് അതിന്റെ കാരണം എന്ന് വ്യക്തമാക്കിയ കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിൽ വീഴാൻ എന്തായാലും താൻ ഇല്ല, അതിൽ വീഴാൻ തന്നെ കിട്ടില്ല എന്നുള്ളൊരു നിലപാട് ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ സുരേഷ് ഗോപിയുടെ വിഷയമായാലും ശരി, ഉപരാഷ്ട്രപതി വിഷയമായാലും ശരി, ഉപരാഷ്ട്രപതിക്ക് ഈ പെരുന്നയിലേക്ക് വരുന്നതിനായിരുന്നില്ല വിലക്ക് എന്ന് പറയുന്നത്. അതായത് ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ മാത്രമായിരുന്നു. അന്ന് ഈ പെരുന്നയിലായിരുന്നു, പെരുന്നയിൽ NSS ആസ്ഥാനം തൊട്ട് സമീപത്തുള്ള ഗ്രൗണ്ടിലായിരുന്നു അന്ന് ഹെലികോപ്റ്ററിൽ ഉപരാഷ്ട്രപതി വന്ന് ഇറങ്ങുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഈ പെരുന്നയിലെ ഈ മന്നം സമാധിയിലേക്ക് പുഷ്പാർച്ചന നടത്താൻ എത്തുന്നതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. മുൻപ് സമാനമായ രീതിയിൽ നരസിംഹറാവു വന്ന സമയത്തും ഇത്തരത്തിൽ നായ്ക്കളെ അല്ലെങ്കിൽ ഈ ഡോഗ് സ്ക്വാഡ് ഉപയോഗിച്ച് പരിശോധന നടത്തിയതാണ്. തങ്ങൾക്ക് അത്തരം അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അത്തരം ഒരു കാര്യം, തങ്ങൾ ക്ഷേത്രം പോലെ കരുതുന്ന ഒരു സ്ഥലത്തേക്ക് ഈ നായയെ കൊണ്ടുവന്നും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സന്ദർശനം അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതിക്ക് ആ വിഷയത്തിൽ അന്ന് അനുമതി നൽകാതിരുന്നത്. സുരേഷ് ഗോപി വിഷയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ പുഷ്പാർച്ചന നടത്തിയതാണ്. പക്ഷേ ബജറ്റ് യോഗത്തിലേക്ക് കയറി വന്നു. ആ കയറി വന്നതിലെ ഔചിത്യം, അതായത് ഔചിത്യമില്ലാതെ ഒരു യോഗം നടക്കുമ്പോൾ, പാർലമെന്റ് യോഗം നടക്കുമ്പോൾ ഞങ്ങളാരെങ്കിലും അങ്ങനെ കയറി വന്നാൽ അത് ന്യായമാകുമെന്നുള്ള കൃത്യമായ ഒരു ന്യായമായ ചോദ്യം അദ്ദേഹം ചോദിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു മറുപടി അറിയിക്കുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞു തീർത്ത കാര്യമാണ്. ഇപ്പോൾ വീണ്ടും കൊത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. എന്തായാലും ആ ലക്ഷ്യങ്ങളിലേക്ക് വീഴാൻ താൻ തയ്യാറല്ല എന്നൊരു നിലപാട് ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ്. ലെബി, ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, ഈ രണ്ടു നേതാക്കളുടെ ഭാഗത്തു നിന്നും ജി സുകുമാരൻ നായർക്കെതിരെ ഒരു പ്രതികരണം ഉണ്ടാകണമെങ്കിൽ അത് വളരെ വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിന്റെ പേരിലായിരിക്കില്ല എന്നുള്ളതാണ്. എന്താണ് NSS ജനറൽ സെക്രട്ടറിമാർ യുദ്ധപ്രഖ്യാപനത്തിലൂടെ BJP ലക്ഷ്യമെടുത്തത്? മാധു, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. NSS എക്കാലവും സമദൂരത്തിലെ ശരിദൂരം എന്ന് പറയുമ്പോഴും NSSനുള്ളിലെ നല്ലൊരു വിഭാഗം BJP അനുഭാവികളായി തുടരുമ്പോഴും എന്നും NSS ജനറൽ സെക്രട്ടറിയുടെ ഒരു നിലപാട് BJPയിൽ നിന്നും RSSൽ നിന്നും കൃത്യമായ ഒരു അകലം പാലിക്കുക എന്നത് തന്നെയാണ്. മറ്റ് രാഷ്ട്രീയ കക്ഷികളോടെല്ലാം ചാഞ്ഞും ചെരിഞ്ഞുമുള്ള സമീപനമൊക്കെ എക്കാലത്തും സ്വീകരിക്കുമ്പോഴും കൃത്യമായ ഒരു അകലം, കൃത്യമായ ഒരു ദൂരം BJPയിൽ നിന്നും RSSൽ നിന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പാലിക്കുന്നുണ്ട്. ഇവിടെയും കണ്ടത് തന്നെയാണ് കാര്യം. ഈ വിഷയത്തിൽ ഇത്രത്തോളം ഒരു പ്രതിഷേധം BJPക്ക് ഉണ്ടാകുന്നു. കാര്യം ഉപരാഷ്ട്രപതിയാണ് വന്നത്. ഉപരാഷ്ട്രപതി അന്ന് ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരിയിൽ വരുന്നു. അന്ന് സ്മൃതി മണ്ഡപത്തിലേക്കുള്ള അനുമതി നിഷേധിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇന്നലെ ഡൽഹിയിൽ NSS ആസ്ഥാനത്തെ സ്മൃതി മണ്ഡപം, മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനെക്കുറിച്ചുള്ള ഒളിയമ്പ് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായും റിനൈസൻസ് എന്നൊരു വാക്ക് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇത് റിനൈസൻസ് സാമൂഹിക പരിഷ്കരണം യാഥാർത്ഥ്യമാക്കിയ ആളാണ് കേരളത്തിൽ മന്നം എന്ന് അദ്ദേഹം പറയുന്നു. ആരും പ്രസിഡന്റ് എന്നും ആരും സെക്രട്ടറി എന്നൊന്നും ഇതിൽ പറയേണ്ടതില്ല. എല്ലാം മഹായോഗിയായ മന്നം ഉണ്ടാക്കിയത് തന്നെയാണ്
എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ വളരെ BJPയുടെ ഒരു നിലപാട് തന്നെയാണ് മാധു. അതൊരിക്കലും CP രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയോ അല്ല. അത് കൃത്യമായി ഒരു പാർട്ടിയുടെ നിലപാട് തന്നെയാണ് രണ്ടുപേരും ഇന്നലത്തെ അതേ വേദിയിൽ പറഞ്ഞത്. സുരേഷ് ഗോപിയും പറഞ്ഞു മന്നം സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ NSSന്റെ ആസ്ഥാനം സ്വയം ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. അത് സ്വാഭാവികമായും BJPയുടെ ഒരു നിലപാടാണ്. BJPയുടെ അതൃപ്തി തന്നെയാണ് അവർ പരസ്യമാക്കിയിരിക്കുന്നത്. ഈ ഒരു വേദിയിൽ രണ്ടുപേരും ഒരുമിച്ചത് പറഞ്ഞുവെന്നേ ഉള്ളൂ. CV ആനന്ദബോസ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ആ ഒരു പ്രതികരണം തന്നെ വരുമായിരുന്നു. ഏതായാലും NSS ജനറൽ സെക്രട്ടറി ഇതിനോട് ഉള്ള വിയോജിപ്പ്, അതായത് ഇത് അവഗണിക്കുന്നു എന്ന് പറയുന്നതിൽ NSSന്റെ വിയോജിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതൊരു അകൽച്ച തന്നെയാണ് BJPയും. മാത്രമല്ല ഇന്നിപ്പോൾ BJPയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നും അതിലൊരു പ്രതികരണമോ തിരുത്തലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഒന്നും ഉണ്ടായിട്ടുമില്ല. മാധു, തീർച്ചയായും ആ വിഷയം ഏറ്റെടുത്തിട്ടില്ല. അത് മാത്രമല്ല, കൃത്യമായി CP രാധാകൃഷ്ണൻ അത് പറയുന്നു, സുരേഷ് ഗോപി അതിന് പിന്നാലെ ഈ അഭിപ്രായ വ്യത്യാസം പറയുന്നു. BJP നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ അത് ഏറ്റെടുത്തിട്ടുമില്ല. അതിന്റെ അർത്ഥം അത് ഒരു വ്യക്തിപരമായ നിലപാടായി അതിനെ കാണാൻ സാധിക്കില്ല. അത് BJPക്ക് ഇത്തരത്തിൽ അന്ന് ഉണ്ടായ NSS ആസ്ഥാനത്ത് നിന്ന് ഉണ്ടായ ആ നടപടിയിൽ ഉണ്ടായ പ്രതിഷേധം കൃത്യമായി പാർട്ടിയുടെ ഒരു നിലപാടായി തന്നെ അവർ രണ്ടുപേരും പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം അത് സംസ്ഥാനത്തെ BJP നേതാക്കൾ അത് ഏറ്റെടുക്കാത്തതും പ്രതികരിക്കാത്തതും. ലേബി സജീന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.